ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. പ്ലീസ് പ്ലീസ്. രക്ഷിക്കണം. ഞാനൊരു കുരുക്കിപ്പെട്ടിരിക്കുക. പൊക്കോളാം. நம்ம ஐயாவை அடிச்சு போட்டுட்டா. ஆனா நம்ம ஊர்க்காரங்க எல்லாம் சேர்ந்து அந்த மச்சான் இந்த ஊரை விட்டு விலக்கி ஓடிட்டாச்சுமா. വന്നടി നിന്റെ മച്ചാൻ. രണ്ടുപേരെ കുത്തിവളർത്ത് ജയിലിൽ പോയ നിന്റെ മച്ചാൻ വന്നടി. എവിടെ പോയടി അവന്റെ ധൈര്യം? ജീവനും കൊണ്ട് ഓടി. ഇനി ഈ പ്രദേശത്തെങ്ങാനും കണ്ടാൽ അവന്റെ മുട്ടുകാല് തല്ലി ഓടിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരായിരിക്കും. നാളെ നേരം വിളക്കുമ്പോൾ നീ ഇറങ്ങിക്കോണം ഇവിടെ നിന്ന്. ഇല്ലെങ്കിൽ മാർത്താണ്ഡം പിള്ളാരാണെന്ന് ശരിക്കും അറിയും നീ. കൊത്തിയരിഞ്ഞ് കൊക്കയത്തള്ളും ഞാൻ. ഒയ്യോ, മാർത്താണ്ഡം പിള്ളയല്ലേ അത്? അതെ. എനിക്ക് വയ്യ. അല്ല, ഇയാളെ കുട്ടിയുടെ ആരാ? എന്നാലും സ്വർണ്ണച്ചന്റെ തൊലി പൊളിയണമെങ്കിൽ എന്തരടി ആയിരിക്കുമല്ലോ അടിച്ചത്? തൊലി പൊളിഞ്ഞാൽ എന്താടി? എന്റെ പദ്ധതി പൊളിഞ്ഞില്ലല്ലോ. തന്നുന്തരം കുഴപ്പം ലേശം കൂടി വേണ്ടിവരും. മേലാസലം വേദനിക്കുന്നു. നല്ല വേദന ഉണ്ടോ? വേദനിച്ചാലും ഈ വേദനയ്ക്ക് ഒരു സുഖം തോന്നുന്നടി. അരമന വീടും 500 ഏക്കറും നമ്മുടെ സ്വന്തമാകാൻ പോണു കനക. അതങ്ങ് തീർത്തു പറയാൻ വരട്ടെ. ആദ്യം അവളെ ഇറക്കി വിടാൻ നോക്ക്. നാളെ രാവിലെ അവൾ ഇറങ്ങും. ഇല്ല ഞാൻ ഇറക്കും. മച്ചാനും വരില്ല, ഒരു മരങ്ങയോടനും വരില്ല. വന്നിട്ടേണ്ട മച്ചാൻ, മുത്തുമച്ചാൻ, മാരി മുത്തുമച്ചാൻ என்ன கண்ணு? நினைத்ததை எல்லாம் முடிப்பவன் இன்னையிலிருந்து இந்த வீட்டு பிள்ளை தாண்டா நான். இரட்டக்குழல் துப்பாக்கியால 2 பேரை சுட்டு கொண்டு குருதி போனடாக்கியவன் நான். எங்கிட்ட மோதாதே, நான் ராஜாதி ராஜனடா. எப்படி அல்லி யாரு? என்னடா சொன்ன? என் பொண்டாட்டியை பத்தி என்னடா சொன்ன? ஊர்க்காரங்க முன்னாடி வச்சு என் பொண்டாட்டியை பத்தி சொல்லு. என் பொண்டாட்டி கெட்டவளா? ஏன் அள்ளி கெட்டவளா? அறியாமலா? அறியாமலா என் பொண்டாட்டிக்கிட்ட இப்படி எல்லாம் நடந்துகிட்டேன்? உங்களை இல்லங்க பேசக்கூடாது. தெரியுமடி, எனக்கு எல்லாமே தெரியும். நான் இல்லாத போது நீங்க எங்க பொண்டாட்டி கிட்ட எப்படி எல்லாம் நடந்துக்கிட்டேன்றது எனக்கு தெரியுமடி. ஒன்னா ஐயோ, என் கண்ணுக்கு இஷ்டமணியா எவ்வளவு செய்யல. ஓகே போயிடுவா இல்ல? எப்ப போவேன்? ഒരു 2-3 ദിവസം കഴിഞ്ഞ് പോവാ. உனக்கு 7 நாள் டைம் கொடுக்கறேன். அதுக்குள்ள நீங்க இருந்து போல, அப்புறம் நான் உங்ககிட்ட பேச மாட்டேன். இந்த பெல்ட்டால உன் கழுத்தை நெரிச்சொன்ன கொண்டு போனமா இங்க கெட்டி போடுவேன். இப்ப காத்துல அடிக்கிட்டே இருப்பேன். போதுமா? இப்ப போதும், இப்ப போதும். போலாமா? இப்ப போலாம். வா. பெல்ட் மச்சான். മച്ചാനൊക്കെ ശരിയാ. അതൊക്കെ വെളിയില്. ഇവിടെ അഭിനയം മാത്രം മതി. എന്താ ഇത്? ചുമ്മാ കെട്ടിപ്പിടിക്കാ, വേണ്ടാത്തടത്തൊക്കെ തൊടുക. വേണ്ടാത്താണെങ്കിൽ എന്തിനാ അത്ര കഷ്ടപ്പെട്ട് കൊണ്ടു നടക്കുന്നത്? ആ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒന്നുകിൽ ജീവിതം അല്ലെങ്കിൽ അഭിനയം, രണ്ടും കൂടി എന്നെ കൊണ്ടുവരില്ല. എങ്ങനെ 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 ജീവിതമോ? അയ്യടാ, കൊള്ളാല്ലേ ഇയാളുടെ മനസ്സിലിരിപ്പ്. കൂടെ ജീവിക്കാൻ ഒരു മച്ചാൻ വന്നിരിക്കുന്നു. കണ്ടാലും മതി. എന്തേടി പിടിച്ചില്ലേ? എങ്കിൽ ഇപ്പൊ തന്നെ എല്ലാം പൊളിച്ചു തരാം. അമ്മാവാ, അമ്മാവോ. എന്താ എന്താ നിർത്തിയത്? വിളിക്ക്, അമ്മാവാന്ന് ഉറക്കെ വിളിക്ക്. അറിയട്ടെ, ഇത് മച്ചാനല്ല, മരുമകൻ കണ്ണപ്പനാണ് അറിയട്ടെ. വിളിക്ക്. ഇയാൾക്ക് അമ്മാവനോട് പ്രതികാരം ചെയ്യണ്ടേ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. എന്താത് എന്താത്? അല്ല, ഞാൻ ആലോചിച്ചപ്പോഴേ എനിക്കും ഒരു ലക്ഷ്യം, തനിക്കും ഒരു ലക്ഷ്യം. എന്റെ ലക്ഷ്യവും തന്റെ ലക്ഷ്യവും ഒന്നാവുമ്പോ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചൊരു ലക്ഷ്യം. അങ്ങനെ ഒന്നിച്ചൊരു ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നിന്നല്ലേ പറ്റൂ. കള്ളക്കുട്ടി പിടിച്ചു. ഇതെന്തിനാ? അയ്യേ, ഇപ്പോഴോ? ഞാനില്ല. നാട്ടിൽ ഞാൻ ലേശ റൗഡിയൊക്കെ തന്നെയാ. പക്ഷെ ഇക്കാരിൽ എനിക്ക് നാണാ. കൂടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളാം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിലത്ത് കിടന്നോളാം. വേണമെങ്കിൽ ഞാൻ വരാതെ കിടന്നോളാം. അമ്മാവൻ കാര്യങ്ങളൊക്കെ അറിയട്ടെ. ഇവിടെ കിടന്നോട്ടെ. ഉപദേശിക്കുകയാണെന്ന് കരുതരുത് കുട്ടി. എനിക്കൊന്നേ പറയാനുള്ളൂ. ബീഡിയും പടക്കവും അടുത്തടുത്ത് കിടക്കുന്നത്
எனக்கா அப்படி சொல்லு ராஜா. ஆனா இங்க வச்சு நான் அவனை ஒண்ணுமே பண்ண மாட்டேன். அந்த மார்த்தாண்ட பிள்ளை முன்னாடி வச்சு அவனை பீஸ் பீஸா கிழிச்சிடுறேன் பாரு. மச்சான். ஏண்டா? என்னது மச்சான்? நிக்க மாட்டேன். மச்சான், நில்லு மச்சான். வேண்டாம். അയ്യോ അച്ഛാ ദേ കണ്ണപ്പഞ്ചേട്ടൻ ദാ എത്തിയോ? ആ അങ്ങോട്ട് കേറിക്കോളൂ. ദേ ഇടം വെട്ട് വലം വെട്ട് തിരിഞ്ഞ് മറിഞ്ഞു വെട്ട് അടിവെട്ട് വെടിവെട്ട്. അയ്യോ കണ്ണപ്പ മോനെ, കണ്ണപ്പാ. പണിക്കരെ ഏൽപ്പിച്ച ജോലി വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഈ അഭ്യാസം ഒന്ന് വരുതിയിലാക്കാൻ വളരെ പണിപ്പെട്ടു. മോനെ കണ്ണപ്പാ. അയ്യോ എന്താ അമ്മാവൻ എന്നോട് ക്ഷമിക്കണം. അമ്മാവന്റെ ഈ സ്നേഹം കാണുമ്പോ അമ്മാവന്റെ അടുത്ത് വന്നാൽ ഞാൻ ഇത്രയും വൈകി പോയി. മോനെ കണ്ണീര് കണ്ട കഴിഞ്ഞ കണ്ണീര് താൻ എന്തിനാണോ കരയുന്നത്? ഇവിടെ എനിക്ക് മനസ്സിലായില്ലേ? സ്വർണം കുഞ്ഞുനാളിലെ ഒരുമിച്ച് കളിച്ചു വളർന്ന മറന്നുപോയോ നീ? ദാ, ദാ, ഇത് നിന്റെ അമ്മായി. പിന്നെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടോടാ വിശേഷങ്ങൾ? ഈ ഫയൽമാൻ പൂപ്പള്ളി സുലൈമാനുമായിട്ടുള്ള ഗുസ്തി മത്സരം നടക്കാനിരിക്കുമ്പോഴാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓഹോ, രായപ്പനോ? അവൻ പോയില്ലേ? മരിച്ചുപോയോ? അല്ല, ബോംബെയില് അവനെന്തിനാടാ ബോംബെക്ക് പോയത്? ജോലി കിട്ടിയെന്നും പറഞ്ഞ് ആ നാട്ടിൽ നിന്ന് പോയത്. ആ, ഗുസ്തി മത്സരത്തിൽ എന്നോടൊപ്പം മത്സരിച്ച് പുരുഷശ്രീ സ്ഥാനം കിട്ടാതെ തോറ്റതിന്റെ നാണക്കേട് കൊണ്ട് മുങ്ങിയതാണെന്നാ നാട്ടുകാർ പറയണത്. അല്ല, അമ്മാവൻ തന്നെ പറ. അച്ഛന്റെ വീറും വാശിയും മെയ്വഴക്കവും എല്ലാം പാരമ്പര്യമായി കിട്ടിയത് എനിക്കല്ലേ? അതിൽ അസൂയപ്പെട്ടിട്ടോ നാണക്കേട് തോന്നിയിട്ടോ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ചുരുക്കത്തിൽ എനിക്കെതിരെ നിൽക്കുന്ന ഏത് കൊലക്കൊമ്പനെയും ഒറ്റയടിക്ക് മലർത്താനുള്ള കഴിവ് നിനക്കുണ്ടെന്നർത്ഥം. സ്വർണ്ണയും ആരതി കൊണ്ടുപോവാ. എന്നാലും ഈ ശരീരഘടന കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് വിശ്വാസം ഘടനയിലെന്ത് കാര്യമിരിക്കുന്ന അമ്മായി? കണ്ണെത്തുന്നിടത്ത് മനസ്സെത്തണം, മനസ്സെത്തുന്നിടത്ത് കൈയെത്തണം, അത്ര വേണ്ടു. എന്റെ അമ്മാവൻ എതിർ നിൽക്കുന്ന ആളാണെങ്കിൽ ശരി, അവന്റെ തല ഞാൻ കൊയ്യും. മോനെ വെട്ടി ഒന്നും വേണ്ട, വരട്ടിയാ മതി. അങ്ങനെ ഒരു മേളിരിപ്പുണ്ട്. ആര് ദൈവോ? ആ മച്ചാൻ. സൂക്ഷിക്കണം. ഒറ്റയടിക്ക് രണ്ടുപേരെ കുത്തിക്കൊന്നിച്ച് ജയിലിൽ പോയാ അത് ആരതി. ഒഴി 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 ഒഴി. ഇങ്ങോട്ട് നീങ്ങിയല്ലോ മോനെ. നേരെ നോക്ക്, നേരെ നോക്ക്. തെറ്റിലുണ്ടല്ലോ. അങ്ങോട്ട് കളഞ്ഞേനെ. ഇനി അങ്ങോട്ട് പോ. അങ്ങോട്ടല്ല പോനെ, ഇങ്ങോട്ട് പോ. ഇങ്ങോട്ട് പോ. താനും കൂടെ വേണം. നല്ല തള്ളല്ലേ വീഴും. അഭ്യാസിയാ. കാല് തെറ്റിയതാ. കൂട്ടാ. എവിടെ പോയ തെണ്ടി? നാം തണ്ട മച്ചാൻ. ആരുടാ നീ? ഞാൻ കണ്ണപ്പൻ. അപ്പൊ പിന്നെ ഞാനാരടാ പുല്ലേ? കണ്ണപ്പോ അതെടാ കണ്ണപ്പൻ തന്നെ. വിളിച്ചു കൂവടാ, എല്ലാരും കേക്കട്ടെ. നിന്റെ സർവ്വ പരിപാടി എന്ന് ഞാൻ പൊളിച്ചേരടാ. എന്നാ നിന്റെ പരിപാടി ഞാനും പൊളിക്കൂടാ. കാണാടാ. നിന്റെ തല അമ്മാവന്റെ മുമ്പിൽ ഞാൻ കാഴ്ചവെക്കാതെ ഇത് കണ്ണപ്പനാണ്. കണ്ണപ്പനാണ് പറയുന്നത്. നീ ഇവിടെ ഇങ്ങനെ എത്തിയടാ പുല്ലേ. നീ ഇവിടെ എങ്ങനെ എത്തിയോ അങ്ങനെ എന്നടാ ഞാനും എത്തിയടാ. തുണയുണ്ടെങ്കിൽ പണിയിറങ്ങി വേണം കണ്ട്. ഇതാ കയ്യെ പിരിച്ചാൽ നമ്പറൊന്നും വേണ്ട. ചെത്തുവടാ. എന്റെ അമ്മാവനെതിരെ നിൽക്കുന്ന ആരാണെങ്കിലും ശരി, അവന്റെ കൈ ഞാൻ ചെത്തു. ധൈര്യം ഉണ്ടെങ്കിൽ ചെത്തട എന്റെ രാജപ്പോ. ഒന്നേ ഒന്നോടെ അമ്മാവന്റെ തല കണ്ണപ്പാ, കണ്ണപ്പാ, വാങ്ങടാ. എന്തടാ ഭയമായിരിക്ക? തമിഴ്
தெரியுமடா இது நல்லா தெரியுமடா வாடா விளையாட வேண்டடா இவன் மேல போய்க்கோ எப்படி இருக்கு முடிவெட்டு குளத்தடா இது கால்பட்டு எப்படி போட்டு தள்ளு கண்ணப்பா குத்தடா வீசடா வெட்டடா അടവ് മാറ്റി കളിച്ചിട്ടുണ്ടപ്പാ വെട്ടേണ്ടത് അമ്മാവന്റെ തലയാടാ നമ്മുടെ രണ്ട് അമ്മമാരെയും ഇവിടെ നടിച്ചിറക്കി വിട്ട പെരട്ടക്കളവന്റെ തലയാണ് ആദ്യം വെട്ടേണ്ടത് നീ എന്റെ കൂടെ നിന്നാ നിനക്കും കൊള്ളാം എനിക്കും കൊള്ളാം നമ്മൾ രണ്ടുപേർക്കും കൊള്ളാം സ്വർണത്തിന് നിനക്ക് കെട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ച് നീ ഇവിടെ നിന്നോണം അല്ലെങ്കിൽ നീ രാജപ്പനാണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ പൊളിക്കും ആ പെരട്ടക്കളവൻ നിന്നെ ഇവിടെ നടിച്ചിറക്കും പറ നീ എന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണോ എങ്ങനെയുണ്ട് ഐഡിയ നമുക്ക് രണ്ടുപേർക്കും കൊള്ളാം ഓ ഏറ്റവും ഏറ്റു അപ്പൊ ഇനിയുള്ള വെട്ട് അതൊരു വെട്ട് എനിക്ക് വെട്ട് ചന്തി വാടാ ഇന്ന് ദാ വാടാ. വാടാ ചോണയുണ്ടെങ്കിൽ മോനെ വെട്ടടാ വെട്ടാം കണ്ണപ്പാ കുത്തടാ വെട്ടടാ അയ്യോ പറ ഇപ്പൊ പറ എന്റെ അമ്മാവന് മാത്രം അവകാശപ്പെട്ട വീട്ടിൽ നിന്നും നിന്റെ പെണ്ണിനെ വിളിച്ചോട്ടിക്കൊണ്ട് പോവോ இல்லடா போக மாட்டேன் அந்த முரட்டு மார்த்தாண்டனோட தலை அறியாமனாங்க இது போக மாட்டேன் നിരത്തലടാ വലിച്ചൂരി വയറ്റി കുത്തടാ അസ്തമയ സൂര്യൻ ആഴിയിലേക്ക് അടുത്തു കഴിഞ്ഞു ആയോധന പ്രകാരം ഇനി അംഗം വെട്ടാൻ പാടില്ല ഇന്ന് 7-ാം ദിവസം ഈ ഇരപ്പാടിയുടെ തല ഞാൻ കൊയ്തിരിക്കും ഇത് സത്യം 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 അയ്യോ അല്ലാക്കി കസാബ് കൗക്കും ഇറങ്ങി വാ വാ ഇറങ്ങി വാ വേഗം ഇറങ്ങി വരാടാ ഇറങ്ങി വന്നോണ്ടിരിക്കല്ലേ ഇതൊന്നും പഠിക്കട്ടെ പെട്ടെന്ന് ഇറങ്ങാനേ അതൊക്കെ കേറുമ്പോ ചിന്തിക്കണം കണ്ടോ കണ്ടോ കിട്ടി കിട്ടി എവിടെ നിന്ന് ഷാപ്പിന്ന് ഇപ്പൊ അവിടെ ഉണ്ട് ഹാപ്പുറത്ത് പിന്നെ വാടാ